ചന്ദനക്കാടിൻ്റെ ഭംഗിയും മറയൂർ ശർക്കരയുടെ രുചിയും മാത്രമല്ല, മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കുന്ന ഒരുപാട് മൺവീടുകൾ ഈ മറയൂരിലുണ്ട്. അതിലൊന്നിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയുടെ ഇരുവശത്തുമായിട്ട് ധാരാളം കുരങ്ങൻ കൂട്ടങ്ങളെയും മാൻകൂട്ടങ്ങളെയൊക്കെ നമുക്ക് കാണാം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ചന്ദനക്കാട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴാണ് എർത്താൻ പൂൾ വില്ലയുടെ മഡ് ഹൗസ് ഉള്ളത്. പോകും വഴിയൊക്കെ നമുക്ക് മലനിരകളും വഴിയുടെ ഇരു സൈഡിലുമായിട്ട് ധാരാളം കവുങ്ങും തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അവിടുന്ന് റൈറ്റ് എടുത്ത് അല്പം മേളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മഡ് ഹൗസിലേക്ക് എത്താം. ഒരു വെക്കേഷനൊക്കെ എടുത്ത് വളരെ പീസ്ഫുൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ് ഇതുപോലുള്ള മഡ് ഹൗസുകൾ. രണ്ടുപേർക്ക് നോർമലി ഇവിടെ സ്റ്റേ ചെയ്യാൻ 10,000 രൂപയാണ് ആവുന്നത്. ഓൺലൈനിൽ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 7,800 രൂപയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റി. അതും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ആ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വാഷ് ബേസിനും അതുപോലെ തന്നെ വാഷ്റൂമും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പൂളും കാണാം. പ്രകൃതിയോട് നല്ല ഇണങ്ങിയുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. എനിക്കിവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ വാഷ്റൂമാണ്. വളരെ മനോഹരമായിട്ടാണ് ഇവർ ഈ വാഷ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാഷ്റൂമിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പലതരം ചെടികളൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അവയെല്ലാം വെച്ചിരിക്കുന്നതും മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടികളിലാണ്. ഇവിടെ ഈ ടോയ്ലറ്റും ഇവിടുത്തെ ഷവറിങ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണിൻ്റെ ഒരു ചെറിയ വാളും അതിൽ തടിയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മണ്ണുകൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള ആർട്ടുകളൊക്കെ കാണാം. രണ്ടുപേർക്ക് നല്ല സുഖമായി താമസിക്കാൻ പറ്റിയ അത്ര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. ഒരു ക്യൂൺ സൈസ് ബെഡും 2 സൈഡ് ടേബിളും പിന്നെ ചെറിയ ഷെൽഫുകളും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവിടുത്തെ ഓരോ എലമെൻറ്റും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മണ്ണിനെയും മനുഷ്യനെയും കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആർട്ടാണ് നമുക്ക് ഈ റൂമിൽ മുഴുവൻ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിനുള്ളിൽ ഒരു മിനി ഫ്രിഡ്ജും ഫ്രീ വൈഫൈ ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ. പിന്നെ ഈ മഡ് ഹൗസിനെ ഇവിടെയുള്ള മറ്റു മഡ് ഹൗസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള ഈ ഒരു പ്രൈവറ്റ് പൂളാണ്. ഈ ഒരു പൂളിൻ്റെ ആംബിയൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ധാരാളം ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ കാണാം. പൂളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഈവനിങ് ടൈം ആയിരിക്കും കേട്ടോ നല്ലത്, കാരണം നൈറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുണ്ട്. മഡ് ഹൗസുകൾ നോർമലി 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ രീതി മരക്കമ്പുകളൊക്കെ കൂട്ടിക്കെട്ടിയൊരു ഭിത്തിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മണ്ണ് പൊത്തുന്ന രീതിയാണ്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺകട്ടകൾ ഉണ്ടാക്കിയിട്ട് അത് സൂര്യപ്രകാശത്തിൽ വെച്ച് ഉണക്കി പിന്നീട് അതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ച് മണ്ണ് തേച്ചെടുക്കുന്നൊരു വിദ്യയാണ്. ഈ സിറ്റൗട്ടിലുള്ള ഈ ഒരു ആർട്ട് കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ മഡ് ഹൗസിൽ TV ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലും കൂടെ എടുത്ത് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം നമുക്ക് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഓല മേഞ്ഞ റൂഫാണ് ഈ മഡ് ഹൗസിൻ്റെ. എന്നിട്ട് അതിന് മേളിൽ കച്ചിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബെഡ്റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റൂഫ് സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സീലിംഗ് ഫാനും ഉണ്ട്. ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കും അതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കുമാണ്. ഇവിടെ മറ്റൊരു മഡ് ഹൗസിൽ നമ്മൾ ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഹെവൻസ് അവേ എന്നാണ്. ഇതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മഡ് ഹൗസാണ് അതും. ആ മഡ് ഹൗസിനെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഷ്ടമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. ധാരാളം പൂക്കളും ചെടികൾ കൊണ്ട് നിറഞ്ഞൊരു മുറ്റമാണ് കേട്ടോ ഈ മഡ് ഹൗസിൻ്റെ. ഇവിടുത്തെ മതിലാണേലും ഗേറ്റ് ആണേലും എല്ലാം തടികൾ കൊണ്ടും മുളകൾ കൊണ്ടും ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നേച്ചറിനെ ഒന്നും അധികം മുറിവേൽപ്പിക്കാതെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ മഡ് ഹൗസിൻ്റെയും അതിൻ്റെ ചുറ്റുപാടും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു കട്ടനൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ മൈൻഡൊക്കെ നല്ല റിലാക്സ് ആവും. ഈ മറയൂരാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമമാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് ഈ മറയൂർ. ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ കാന്തല്ലൂരിലേക്ക്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മഡ് ഹൗസിൻ്റെ മട്ടൊക്കെ അങ്ങ് മാറും കേട്ടോ. കാരണം ഇവിടുത്തെ ആ ഒരു ചൂടൊക്കെ മാറി പിന്നെ മഡ് ഹൗസിനുള്ളിൽ നല്ല തണുപ്പാണ്. ചൂടുകാലത്ത് പോലും AC ഒന്നും മഡ് ഹൗസിനുള്ളിൽ ആവശ്യമേ ഇല്ല. അപ്പോൾ ഈ മഡ് ഹൗസും ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ യാത്രകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ.